നമ്മുടെ കേരളത്തിൽ ഒരു അമ്പലത്തിൽ നമ്മൾ അതുപോലെ കണ്ടിട്ടില്ല. അമ്പല കാമ്പൗണ്ടില് മത്സ്യക്കച്ചവടം അങ്ങനെയുള്ള പരിപാടി. പക്ഷെ അത് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഇവിടെയാണ് ഈ കാണുന്നത്. ഇവിടെ നല്ലൊരു ശ്രീരാമ അമ്പലത്തിലാണ് നമ്മളിത് കാണുന്നത്. മീൻ കച്ചവടമാണ് ഇവിടുത്തെ ഈ അമ്പലത്തിലെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. മീൻ കച്ചവടം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത്. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ മതസൗഹാർദ്ദമാണ്. ശ്രീജാതങ്ങൾ ഇവിടെ മീൻ കച്ചവടം ചെയ്യണമെന്നാണ് പറയുന്നത്. ക്ഷേത്രമുറ്റത്ത് മത്സ്യക്കച്ചവടമോ? ആദ്യം ഒന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് അതിശയിക്കുമെങ്കിലും സംഭവം സത്യമാണ്. കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അപൂർവ ആചാരം ഇന്നും നിലകൊള്ളുന്നത്. ഇത്തിക്കരയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് എല്ലാ വർഷവും മീനമാസത്തിലെ രോഹിണി നാളിൽ മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായ ഈ ആചാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആചാരത്തിന്റെ ഭാഗമായി മത്സ്യക്കച്ചവടം നടത്തുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അന്നേ ദിവസം മുസ്ലിം സമുദായക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശവും നിലനിന്നു പോകുന്നു. ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന ഭക്തർ ഉപ്പും ചുണ്ണാമ്പും വാങ്ങി വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ആചാരവും നിലനിൽക്കുന്നുണ്ട്. പുലർച്ചെ ആരംഭിക്കുന്ന മത്സ്യച്ചന്ത 11 മണിയോടെ അവസാനിക്കുമെങ്കിലും തിരക്ക് മൂലം കച്ചവടത്തിനായി എത്തിക്കുന്ന മത്സ്യങ്ങളെല്ലാം രാവിലെ തന്നെ വിറ്റുതീരുമെന്ന് കച്ചവടക്കാർ പറയുന്നു. 1200 ചൂര വങ്കട എല്ലാ സൈസും മീനും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമല്ലേ? വേറെ നാട്ടിലുണ്ട് ഒന്നുമില്ല. ഇതൊക്കെയാണ് ഇത് കണ്ട ക്ഷേത്രം. ഇവിടെ മികച്ചൂടം സൗഹാർദ്ദം, രാത്രി പാട്ട്, എന്തെല്ലാം അനുഭവം. കിട്ടും നമുക്ക്. വേറെ കച്ചവടം ചെയ്താൽ ഈ സുഖം കിട്ടത്തില്ല, ഒരിടത്തും കിട്ടത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മീനും കൊണ്ടുവന്ന് ഇതൊക്കെ 300 രൂപ തന്നാൽ മതി. അവിടെ 2-2.5 കിലോ ഉള്ള ഞങ്ങളെ കൊട്ടാരിക്കരയ്ക്ക് ചെന്നാൽ കിട്ടത്തില്ല. 600 കൊടുക്കണം. ഇത് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഈ ഒരു ദിവസം ലാഭം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ അങ്ങ് കൊടുക്കുക. മീനുകളെല്ലാം അവിടെ നിന്ന് എടുക്കുന്ന വരയ്ക്കെല്ലാം കൊടുക്കുക. ഇന്നത്തെ എല്ലാം ഞങ്ങളെല്ലാം ജോലിക്കൂലി എല്ലാം ഫ്രീയാ. കാരണം ഇവിടെ അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇവിടെ ലാഭം എന്ന് പറയുന്നത് ഒരു സംവിധാനമേ. പേരെന്തുവാ? എന്റെ പേര് മുജീബ് റഹ്മാൻ. എവിടെ സ്ഥലം? ഞാനിവിടെ മിയന ഓയിര് മിയന. എല്ലാ പ്രാവശ്യവും വരുന്നുണ്ടോ? എല്ലാ പ്രാവശ്യവും ഇവിടെ വരും. അതുകൊണ്ട് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മയുടെ കൂടെയൊക്കെ നമ്മള് കൈപിടിച്ച് ഇവിടെ വരാറുണ്ട്. പിന്നെ വളർന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ മീൻ കച്ചവടം ചെയ്യാറുണ്ട്. മീൻ കച്ചവടമാണ് ഇവിടുത്തെ ഈ അമ്പലത്തിലെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. മീൻ കച്ചവടം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത്. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ മതസൗഹാർദ്ദമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അമ്പലമാണ്, പ്രദേശവാസികളുമാണ്. ശ്രീജാതങ്ങൾ ഇവിടെ മീൻ കച്ചവടം ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ പ്രധാന ഒരു ഘടകം. അത് തന്നെയാണ്. അത് വർഷങ്ങളായി ഞാൻ നോക്കിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു അമ്പലത്തിൽ നമ്മൾ അതുപോലെ കണ്ടിട്ടില്ല. അമ്പല കാമ്പൗണ്ടില് മത്സ്യക്കച്ചവടം അങ്ങനെയുള്ള പരിപാടി. പക്ഷെ അത് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഇവിടെയാണ് ഈ കാണുന്നത്. ഇവിടെ നല്ലൊരു ശ്രീരാമ അമ്പലത്തിലാണ് നമ്മളിത് കാണുന്നത്. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ 10,000-ങ്ങള് കൂടി വരുവാണ് ഓരോ വർഷവും. ഇത് അറിഞ്ഞു കേട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിന്റെ ഏത് തീരത്ത് നല്ല മീൻ, ഫ്രഷ് മീൻ കിട്ടും. ഇവിടെ ഫ്രഷ് മീനേ കൊടുക്കൂ, വേറെ അല്ലാത്ത ഒരു മീനും കൊടുക്കത്തില്ല. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രഷ് മീൻ കൊടുക്കണമെന്നാണ്. ഒറ്റ ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. അപ്പൊ ഫ്രഷ് മീൻ കൊടുക്കണം. അപ്പൊ കേരളത്തിൽ എവിടെ പിടിച്ചാലും നമ്മള് 4-5 പേര് എല്ലാ തുറമുഖങ്ങളിലും പോകും. പോയിട്ട് അന്ന് പിടിക്കുന്ന മീനും കൊണ്ട് ഇന്നലെ രാത്രി പിടിക്കുന്ന മീനും കൊണ്ട് ഞങ്ങൾ വെളുപ്പിലെ ഇവിടെ എത്തിയാണ് കച്ചവടം ചെയ്യുന്നത്. വില വളരെ കുറച്ച്. കാരണം ഇപ്പൊ നെയ്മീനൊക്കെ വെറും 750-800 രൂപയ്ക്കല്ലേ നെയ്മീൻ കൊടുക്കുന്നത്. കടകളിലൊക്കെ ചെല്ലുമ്പോൾ 1200-1400 രൂപയൊക്കെ നെയ്മീന് വിലയുണ്ട്. അതുപോലെ കേരച്ചൂരയൊക്കെ 400 രൂപ വെച്ചാൽ കൊടുക്കുന്നത്. ഇപ്പൊ താണ്ട് നമ്മൾ തന്നെ ഒരു പീസ് വെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ആ ക്വാളിറ്റി, അതിന്റെ ആ ഒരു പ്രത്യേകത. കാരണം വെട്ടുമ്പോൾ തന്നെ ബ്ലഡ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ഫ്രഷ് മീനാണ്. ഫ്രഷ് അല്ലാത്ത ഒരു മീനും ഇവിടെ കൊടുക്കത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവൻ അനുഭവിച്ചിട്ടേ കയറി പോകും. അതാണ് അതിന്റെ പ്രധാനം. അങ്ങനെയുണ്ട്. ഫ്രഷ് അല്ലാത്ത ഇവിടെ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നവന് വേറെ ആരും കൊടുക്കണ്ട. അവന് ദൈവം കറക്റ്റായിട്ട് കൊടുക്കും.